പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ വാഹന അപകടം. ടാങ്കർ ലോറി ബൈക്കിലിടിച്ച ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. ലോറി ഡ്രൈവർ കണ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മുഹമ്മദ് റഹീസ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ 4 പേരും ഒരു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നാണ് ഒരു ദാരുണ അപകടത്തിൻ്റെ വിവരം വരുന്നത്. ടാങ്കർ ലോറി ബൈക്കിലിടിച്ച ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് ദാരുണാന്ത്യം. ലോറി ഡ്രൈവറെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു ബൈക്കിൽ സഞ്ചരിച്ച ഒരു കുടുംബത്തിലെ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് ഞങ്ങളുടെ ചെന്നൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. തിരുനെൽവേലിയിൽ വെച്ചായിരുന്നു ഈ വാഹനാപകടം. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. തിരുനെൽവേലിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേരാണ് ഇപ്പോൾ മരിച്ചത്. ഈ 4 പേരും ഒരു ബൈക്കിൽ തന്നെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. കണ്ണൻ, ഇയാളുടെ ഭാര്യാമാതാവായ ആണ്ടാൾ, ഒപ്പം തന്നെ മരുമക്കളായ മാരീശ്വരി, സമീറ എന്നിവരാണ് മരിച്ചത്. ഇവരെല്ലാം തിരുനെൽവേലി സ്വദേശികളാണ്. ഈ ടാങ്കർ ലോറി വരുമ്പോൾ ബൈക്ക് വലതുവശത്തേക്ക് മാറുകയും ബൈക്ക് ഈ ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇതിൻ്റെ ടാങ്കർ ലോറി ഡ്രൈവറായ കണ്ണൻ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഈ ക്ലീനർ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇവരെല്ലാം തന്നെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, ഒപ്പം തന്നെ തിരുനെൽവേലി സ്വദേശികളാണ്. ഈ ഗംഗൈക്കൊണ്ടൻ ഭാഗത്തേക്ക് വരികയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അങ്ങനെ കുടുംബത്തിലെ 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിട്ടുണ്ട്. വിജയകുമാർ, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് ഈ വാഹന അപകടമുണ്ടായത്. ടാങ്കർ ലോറി ബൈക്കിലിടിച്ച ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് ദാരുണാന്ത്യം. ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ക്ലീനർ ഓടി രക്ഷപ്പെട്ടു. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.